Hi friends, welcome to Commerce Bites. So today's motivational quote is, a winner is just a loser who tried one more time. Okay. ഈ കൂട്ടത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അധികം സ്റ്റുഡൻസ് തന്നെ കേരള സെറ്റിൻ്റെ എക്സാം ചിലപ്പോൾ 2 ടൈമോ 3 ടൈമോ ഇല്ലെങ്കിൽ 1 ടൈമോ റിപ്പീറ്റ് ചെയ്തവരുണ്ടാകാം. എനിക്ക് അവരോടെല്ലാം പറയാനുള്ള ഒരേ ഒരു കാര്യം, എ വിന്നർ ഇസ് ജസ്റ്റ് എ ലൂസർ ഹു ട്രൈഡ് വൺ മോർ ടൈം. ആദ്യം നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് തോറ്റുപോയവരായിരിക്കാം. പക്ഷേ നമ്മളുടെ നമ്മൾ ആ ഒരു ട്രൈ നടത്തുമ്പോഴായിരിക്കും നമ്മൾ സക്സീഡ് ആവണേ. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിനോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ തന്നെ സക്സീഡ് ആവുന്നത് ആ ഒരു ഒറ്റ ട്രൈയിലായിരിക്കും. സോ കീപ്പ് ഓൺ ട്രൈയിങ് അൺടിൽ യു റീച്ച് യുവർ ഗോൾ. നമ്മളുടെ ഗോളിലെത്തുന്നവരെ കീപ്പ് ഓൺ ട്രൈയിങ്. നമ്മൾ ഒരു കാരണവശാലും നെഗറ്റീവ് വൈബ് അടിച്ച് അയ്യോ എനിക്കിനി പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത് എന്ന് ചിന്തിക്കുകയരുത്. യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഡു. നമ്മളുടെ മനസ്സിന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിത് നേടിയെടുക്കണം എന്ന് നിങ്ങൾ 100% 100% ഹാർട്ടിലിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ മൂവിങ് ടു അവർ ടുഡേസ് ടോപ്പിക്, that is steps of research. Steps of research ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, it is important. So be careful and please listen in class and try to watch the whole video. Okay, ഇതിനു മുന്നേ we have discussed ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ മെത്തേഡ്സ് ഓഫ് റിസർച്ചിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റെഫർ ചെയ്തു. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് അല്ല, കാരണം ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം ഈ ഒരു സീരീസിൽ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ try to watch that will be helpful. എന്തായാലും ഒരു 3 മാർക്സ് ഞാൻ നിങ്ങൾക്ക് അഷർ ചെയ്യാം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് 11 പോയിൻറ്റ്സ് ആണ്. ആ 11 പോയിൻറ്റ്സ് നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് ഒരു 5 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 6 പോയിൻറ്റ്സിലേക്കോ ആക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു 11 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ എലാബറേറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പേടിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. 11 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും, അതിൻ്റെ ആവശ്യമില്ല. ഒരു 5 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 6 പോയിൻറ്റ്സിൽ ഞാനിത് ഒതുക്കി തരാം. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ ഈ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്. വേണമെങ്കിൽ നമ്മളോട് കറക്റ്റ് സീക്വൻസിൽ ആക്കാൻ പറഞ്ഞ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരാം. നമുക്കറിയില്ല വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻ. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾ അൺഎക്സ്പെക്റ്റഡ്, റൈറ്റ്? സോ നമ്മളെപ്പോഴും ഒരു ബാറ്റിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം, റൈറ്റ്? നമ്മളുടെ കയ്യിലുള്ള ആ ഒരു അമ്പും വില്ലെന്നൊക്കെ പറയില്ലേ, ആ ഓരോ വില്ല് എന്ന് പറയുന്നതാണ് നമ്മളുടെ കയ്യിലുള്ള നോളജ്. അണ്ടർസ്റ്റുഡ്? സോ വെൽ പ്രിപ്പയർഡ് വിത്ത് യുവർ ബാഗ്സ് ഓഫ് ആരോസ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് defining and redefining the problems. Okay, the next one is formulating hypothesis. The third one is collecting, organizing, evaluating data. The fourth one is making deduction and reaching the conclusion. And the fifth one is testing the conclusion to determine whether they fit the formulated hypothesis. ഇത് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ക്ലിഫോർഡ് വുഡി. ഓക്കെ, ക്ലിഫോർഡ് വുഡി എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് ഈ ഒരു 5 പോയിൻറ്റ്സിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 11 പോയിൻറ്റ്സ് കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഡിവൈഡ് ചെയ്ത് പറഞ്ഞത് അക്കോർഡിംഗ് ടു ക്ലിഫോർഡ് വുഡി എന്നൊരു റിസർച്ചറിനെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ദ ഫസ്റ്റ് പോയിൻറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് സെലക്ട് എ ടോപ്പിക്. ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ കുറേ അധികം കുട്ടികൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവരും PhD ചെയ്യണമെന്ന് മനസ്സിൽ കുറേ നാളത്തെ ആഗ്രഹമായിട്ട് കൊണ്ടുനടക്കുന്ന കുട്ടികളുണ്ടാവാം. മേ ബി ചിലപ്പോൾ ചെയ്യുന്നവരും ഉണ്ടാകും. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റിസർച്ചിൻ്റെ ടോപ്പിക്ക് വളരെയധികം ഈസി ആയിരിക്കും, കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. സോ അറിയാത്ത കുട്ടികൾക്ക് ഞാൻ കുറച്ച് മനസ്സിലാക്കി തന്നെ പറഞ്ഞു തരാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സിലക്ട് എ ടോപ്പിക്. ഒരു റിസർച്ചർ ആദ്യം ചെയ്യേണ്ടത് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ടോപ്പിക്ക് സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഓടിപ്പോയി ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, അത് നടക്കില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസർച്ച് നടത്തി കുറച്ച് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് ലാർജർ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലുള്ള ഒരു ടോപ്പിക്കായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എന്നാലല്ലേ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു ലാർജർ കമ്മ്യൂണിറ്റിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്ക് എടുക്കാൻ പറയുന്നത്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യുന്നതായിക്കോട്ടെ ഒരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലേ അത് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കേരള സെറ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ആ ഒരു ഇഷ്ടത്തോടു കൂടി ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി ഒരു പോസിറ്റീവ് അപ്രോച്ചിലാണ് നിങ്ങൾ ആ ഒരു കേരള സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടും. മനസ്സിലായോ? നമ്മൾ ഒരു 100% ഒരു വർക്ക് ആ ഒരു കേരള സെറ്റിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ 100% റിസൾട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് സെലക്ട് എ ടോപ്പിക്. അത് സിമ്പിളല്ല, അത്യാവശ്യം കുറച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് നമുക്കൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ടോപ്പിക്ക് എപ്പോഴും നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. സോ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഡെപ്തായിട്ട് വർക്ക് ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്? സോ അങ്ങനെയും കൂടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ ആദ്യം തന്നെ നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്തു. ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം. ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്താൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലെ പ്രോബ്ലം എന്താണ്, നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെയൊക്കെയാണ് ഈ റിസർച്ച് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്തു. ആ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്തു, അതായത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് നോക്കി എന്നുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു നമ്മുടെ റിസർച്ച് പ്രോബ്ലവും നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കി. ദ നെക്സ്റ്റ് വൺ ഇസ് കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ടേം ആയിരിക്കും, ആദ്യമായിട്ടായിരിക്കും നിങ്ങളിത് കേൾക്കുന്നത്. സോ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നേ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് സിമിലർ ആയിട്ടുള്ള ഈ ടോപ്പിക്കിനെ വെച്ച് ബുക്സ് എഴുതിയവരുണ്ട്, ജേർണൽസ് എഴുതിയവരുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയവരുണ്ടാവും, ഡോക്യുമെൻ്ററീസ് എഴുതിയവരുണ്ടാവും. അവരുടെയൊക്കെ ബുക്സും ജേർണൽസും ആർട്ടിക്കിൾസും മാഗസീൻ മെറ്റീരിയൽസ് എല്ലാം നമ്മളൊന്ന് കളക്ട് ചെയ്ത് അതിനെപ്പറ്റി ഒരു ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യണതിനെയാണ് ഒരു ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഒരു കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ആ ഒരു റിവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വർക്കാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്കുള്ള സ്കോപ്പ് എന്താണ്, ഞാൻ ഏത് സെക്ഷനിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, അവരുടെയൊക്കെ ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു, അവരുടെയൊക്കെ കൺക്ലൂഷൻ എന്തൊക്കെയായിരുന്നു, എന്തിലാണ് അവർ നിർത്തിയിട്ട് പോയത്, ആ ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് അതിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ആദ്യം നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്തു. സെലക്ട് ദി ടോപ്പിക്, ദെൻ ഡിഫൈൻ ദി റിസർച്ച് പ്രോബ്ലം, പിന്നെ കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ, അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഡെവലപ്പ് ദ ഒബ്ജക്റ്റീവ്സ്. കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്യും. അതാണ് നമ്മളുടെ അടുത്ത ടാസ്ക്. ഓക്കെ, ഇനി ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വേണ്ടത് എന്താ, ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് എൻ്റെ എയിം, I am aiming for this, I am aiming for that, അങ്ങനെ ഒരു 3 പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്തായാലും വേണം. അതിൻ്റെ ഒപ്പം തന്നെ it will be good if you are having a secondary objectives with that which supports the primary objectives. Okay, പ്രൈമറി ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്ത് ഒരു 2 അല്ലെങ്കിൽ 3 സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞു സെലക്ട് ദ ടോപ്പിക് പറഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വി ഹാവ് ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പഠിച്ചു. ദെൻ വി ഹാവ് കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് നൗ വി ഹാവ് ഡെവലപ്പ് ദ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക്
വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസിനെ പറ്റി നിങ്ങൾക്കറിയണ്ടാവില്ല. അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഈവനിങ് സെഷനിൽ എന്തായാലും ഉണ്ടാവും. സോ മിസ് ചെയ്യാതെ കണ്ടു നോക്കൂ, ബിക്കോസ് അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തന്നു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഡെവലപ്പ് ദ ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഈ ഒരു റിസർച്ചിൽ നമുക്ക് ചെയ്യേണ്ട ആ ഒരു ഹൈപ്പോത്തസിസ് ഇല്ലേ, ഒരു പ്രോസസ്സാണത്. ഇപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ ടെസ്റ്റുകളുണ്ട്. F ടെസ്റ്റ് ഉണ്ട്, chi-square ഉണ്ട്, T ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരം ടെസ്റ്റുകളുണ്ട്. ആ ഓരോ ടെസ്റ്റിനെയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നോക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യേണ്ട കുറച്ച് വേരിയബിൾസ് ഉണ്ട്, ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സിനെയാണ് ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം ടോപ്പിക്ക് സെലക്ട് ചെയ്തു, പിന്നെ ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം, ആൻഡ് നെക്സ്റ്റ് റിവ്യൂ ദ ലിറ്ററേച്ചർ, ആൻഡ് വി ഹാവ് ഡെവലപ്പ് ദ ഒബ്ജക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനൊപ്പം തന്നെ ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്. കാരണം വേരിയബിൾസ് നമുക്ക് കിട്ടി, ആ വേരിയബിൾസിലൂടെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഹൈപ്പോത്തസിസ് H0 എന്ന് പറയുന്നത് H0യും H1 തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊന്ന് ഫോർമുലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇത്രയും സ്റ്റെപ്പുകൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് പ്രിപ്പയർ ദ റിസർച്ച് ഡിസൈൻ. ഇത്രയും നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫുള്ളി ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് റിസർച്ച് ഡിസൈൻ. ഇനി അങ്ങോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ നമുക്കുണ്ടാവണം. ഓക്കെ, എങ്ങനെ ഡേറ്റാസ് കളക്ട് ചെയ്യണം, സാമ്പിൾ സൈസ് എത്ര വേണം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ഡേറ്റാസ് അനലൈസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതിനൊക്കെ വേണ്ടത് ഒരു റിസർച്ച് ഡിസൈനാണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ പണി ചെയ്യുന്നതിന് മുന്നേ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവില്ലേ, ഒരു റഫ് സ്കെച്ച്, ആ ഒരു സംഭവമാണ് റിസർച്ച് ഡിസൈൻ. ഓക്കെ, ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ റിസർച്ച് ഡിസൈനും ക്രിയേറ്റ് ചെയ്ത് വെച്ചു. റിസർച്ച് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇനിയെല്ലാം വളരെ സ്പീഡപ്പായിട്ട് പോയിക്കൊണ്ടിരുന്നോളും. നമ്മൾ സാമ്പിളിങ് ക്യാരി ഔട്ട് ചെയ്യണം. സാമ്പിളിംഗ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ഞാൻ എന്തായാലും എടുക്കും, അതെന്തായാലും നാളത്തെ വീഡിയോ അപ്ലോഡ് ആവും. ഓക്കെ, അപ്പോൾ സാമ്പിളിങ്ങിൻ്റെയും അതുപോലെ തന്നെ അതിന് കുറേ ടൈപ്സ് ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ കീഴിൽ തന്നെ ഒരു 5-6 സാമ്പിളിങ്സ് ഉണ്ട്, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ ബി ഓൺലി ഡിസ്കസിങ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അതോടൊപ്പം തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കും. ജസ്റ്റ് ഞാനൊന്നും ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ. റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമ്മൾ സാമ്പിളിങ്സ് ക്യാരി ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഡേറ്റാസ് കളക്ട് ചെയ്യണം. ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഡേറ്റ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഡേറ്റ അനാലിസിസും അതിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. നിങ്ങളിപ്പോൾ തൊട്ട് മുന്നത്തെ ഒരു പോയിന്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഹൈപ്പോത്തസിസ് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. ആദ്യം നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ വേരിയബിൾസിൻ്റെ ഒപ്പമാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വന്നപ്പോഴും ഡേറ്റ അനാലിസിസിൻ്റെ ഒപ്പം തന്നെയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നിന്നത്. മനസ്സിലായോ? അത് കഴിയുമ്പോൾ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ, അതായത് അനാലിസിസ് എന്തായി, നമ്മൾക്ക് കിട്ടിയ ജനറലൈസേഷൻ എന്താണ്, നമ്മൾക്ക് കിട്ടിയ ഇൻ്റർപ്രിറ്റേഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ നമുക്ക് അവിടെ കിട്ടും. ആൻഡ് ലാസ്റ്റ് റൈറ്റ് ദ റിസർച്ച് റിപ്പോർട്ട്. നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് വെച്ച് നമ്മൾ ഒരു റിസർച്ച് റിപ്പോർട്ട്, ഈ റിസർച്ച് റിപ്പോർട്ടിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം പാലിച്ചിട്ട് വേണം നമ്മളൊരു റിസർച്ച് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫോളോ ചെയ്ത് എഴുതാൻ. എപ്പോഴും ഇറ്റ് ഷുഡ് ബി ക്ലിയർ, മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം. ഏതൊരു അറിയാത്ത മനുഷ്യനാണെങ്കിലും ആ ഒരു റിസർച്ചിനെ പറ്റി, ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയില്ലാത്ത മനുഷ്യനാണെങ്കിൽ കൂടി ആ ഒരു ആൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവണം. അങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ റിസർച്ച് റിപ്പോർട്ടിലുണ്ട്. അതെല്ലാം ഫോളോ ചെയ്ത് വേണം നമ്മളൊരു റിസർച്ച് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട് എന്ന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ആ 4 ഓപ്ഷനിൽ വിച്ച് വിൽ ബി ദ ഓഡ് വൺ ഔട്ട് മേ ബി ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. എപ്പോഴും ഈ ഗുഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമില്ലേ, എപ്പോഴും പോസിറ്റീവായിട്ടുള്ളതിനെ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാം. അല്ലാതെ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നതിനെ ഒന്ന് മാറ്റി നിർത്തി
അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു ആൻസർ. മനസ്സിലായോ? സോ ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ ഡിസ്കസ് ചെയ്യും, കാരണം ഇവിടെ കറക്റ്റ് സീക്വൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ കാരണം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. ആദ്യം ടോപ്പിക്ക് സെലക്ട് ചെയ്യണം, ദെൻ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്തു, ദെൻ റിവ്യൂ ദ ലിറ്ററേച്ചർ, then our topic was develop the objectives, identifying the variables and formulate the hypothesis, prepare the research design, carrying out the sampling, collect the data, perform the data analysis and hypothesis testing, and then we have interpretation, and the last one is research report writing. Okay, I hope you people get it. ഞാൻ പറഞ്ഞു ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാമെന്ന്. അത് ഇപ്പോൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന 11 പോയിൻറ്റ്സിനെ ഞാൻ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെയിം സംഭവം തന്നെ ഞാൻ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ടോപ്പിക്ക് സെലക്ട് ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം, പിന്നെ ഞാൻ റിവ്യൂ ലിറ്ററേച്ചർ ഒന്ന് റിവ്യൂ ചെയ്തു. ഓക്കെ, റിവ്യൂ ദ ലിറ്ററേച്ചർ. അങ്ങനെ ആ 3 പോയിൻറ്റ് ഒറ്റ ഒരു പോയിൻ്റ് ആയോ? അണ്ടർസ്റ്റുഡ്? ആദ്യം ഞാൻ ടോപ്പിക്ക് സെലക്ട് ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ റിസർച്ച് പ്രോബ്ലം ഞാൻ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്തു. ഓക്കെ, ആ ഒരു 3 പോയിൻ്റ് കംപ്ലീറ്റ് ആയോ? ഇനി നെക്സ്റ്റ് പോയിൻറ്റിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഞാൻ ഡെവലപ്പ് ചെയ്യും. ഒരു ഫ്രഷ് ആയിട്ട് ഞാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ്സ്, എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ്സിന് ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾസ്, ഒന്നല്ല മേ ബി ഒരു 2-3 അല്ലെങ്കിൽ 3-4 വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പോത്തസിസ് ഫോമുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ബ്ലൂ പ്രിൻ്റ് ഞാൻ ഉണ്ടാക്കി എങ്ങനെ അതിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത്. ആൻഡ് ദെൻ ഞാനൊരു സാമ്പിളിംഗ് ടെക്നിക്കും യൂസ് ചെയ്യും. സോ ക്യാരിങ് ഔട്ട് സാമ്പിളിങ്ങുമായി. അപ്പോൾ അവിടെ 4 പോയിൻറ്റ്സ് കവർ ചെയ്തോ. ഇനി ദ ലാസ്റ്റ് സെഷൻ, അതായത് ഡേറ്റ കളക്ട് ചെയ്യും, ഡേറ്റ അനലൈസ് ചെയ്യും, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും, പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ കിട്ടി, ആൻഡ് ലാസ്റ്റ് റിസർച്ച് റിപ്പോർട്ട്. ഐ ഹോപ്പ് ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് ട്രിക്ക് ദെൻ പോപ്പ് അപ്പ് യുവർ ലൈക്ക് ബട്ടൺ. ഓക്കെ, ഫസ്റ്റ് 11 പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മനസ്സിലായിക്കോട്ടെ എന്നുള്ളൊരു പേർപ്പസ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കട്ട് ഷോട്ട് ചെയ്ത് തന്നു. ഓക്കെ, ഇതിൻ്റെ ആ ഒരു സീക്വൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കുക. ബിക്കോസ് ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് എപ്പോഴും റിസർച്ച് റിപ്പോർട്ടായിരിക്കും, അതിൻ്റെ തൊട്ട് മുകളിൽ ഇൻ്റർപ്രിറ്റേഷൻ ആയിരിക്കും, അതിൻ്റെ തൊട്ട് മുകളിൽ ഡേറ്റ അനാലിസിസ് ആയിരിക്കും. അതൊന്ന് ഓർത്താൽ മതി. ഏറ്റവും ലാസ്റ്റത്തെ 3 പോയിൻറ്റ്സ് ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി മാർക്ക് കിട്ടും. ഡേറ്റ അനാലിസിസ് കഴിഞ്ഞ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ലാസ്റ്റ് റിസർച്ച് റിപ്പോർട്ട്. ഈ 3 പോയിൻറ്റ് ഇരുന്നാൽ മതി നിങ്ങളുടെ മൈൻഡിൽ. ഇറ്റ് വിൽ ബി വർക്കിംഗ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. So work hard and study well. Let's see in the next video. Thank you.